നമസ്കാരം. ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇറാൻ്റെ ആണവ റിയാക്ടറുകളെല്ലാം തന്നെ ഇസ്രായേൽ തകർത്ത് കഴിഞ്ഞു. വർഷങ്ങളായി ഇസ്രായേൽ പദ്ധതിയിടുന്നതായിരുന്നു ഇവരുടെ ആണവ കേന്ദ്രങ്ങളെല്ലാം തന്നെ തകർക്കണം എന്നുള്ള കാര്യം. മാത്രവുമല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നത് ഇറാൻ ഇവരുടെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രത്തിൽ 15ഓളം അണുബോംബുകൾ തയ്യാറാക്കുന്നുണ്ടായിരുന്നു എന്നാണ്. ഈ വിവരം വളരെ നേരത്തെ തന്നെ ഇസ്രായേലിന് ലഭിച്ചിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അടിയന്തരമായി തന്നെ ഇവരുടെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദ് നേരത്തെ തന്നെ ഈ ആണവ കേന്ദ്രങ്ങളിൽ പല സ്ഥലങ്ങളിലും സ്ഫോടക വസ്തുക്കൾ വെച്ചിരുന്നു എന്നാണ്. ഇതേക്കുറിച്ച് ആധികാരികമായി ഇനിയും വരെ ലഭിച്ചിട്ടില്ല എങ്കിൽ പോലും മൊസാദിനെ പോലുള്ളൊരു സംഘടനയെ സംബന്ധിച്ചോളം അത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ ഇസ്രായേൽ ജെറ്റ് വിമാനങ്ങൾ ഒരേ സമയം വ്യോമാക്രമണം നടത്തുകയും നേരത്തെ മൊസാദ് സ്ഥാപിച്ചിരുന്ന സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിക്കുകയും ചെയ്തു എന്നും പറയപ്പെടുന്നുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ ഏറ്റിരിക്കുന്നത്. കാരണം അവരുടെ സൈനിക മേധാവി വരെ ഇസ്രായേൽ വധിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവരുടെ റിപ്പബ്ലിക്കൻ ഗാർഡിൻ്റെ മേധാവി വധിച്ചു കഴിഞ്ഞു. പ്രധാനപ്പെട്ട അവിടെ യുദ്ധം സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ട വ്യക്തികളെല്ലാം തന്നെ വധിച്ചതിന് ശേഷമാണ് ഇസ്രായേൽ വിമാനങ്ങൾ മടങ്ങിപ്പോയത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇറാൻ്റെ ആണവ സംവിധാനങ്ങളെല്ലാം തന്നെ തങ്ങൾ തകർത്ത് തള്ളിയതായിട്ടാണ് ഇപ്പോൾ ഇസ്രായേലും അവകാശപ്പെടുന്നത്. എന്നാൽ അമേരിക്ക ഇക്കാര്യത്തിൽ ഇനി നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഇസ്രായേൽ തങ്ങളോട് പറഞ്ഞിട്ടല്ല ഇറാൻ ആക്രമിക്കാൻ പോയത് എന്നാണ് ഇപ്പോൾ US ഭരണകൂടം വ്യക്തമാക്കുന്നത്. മാത്രവുമല്ല, പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടിയന്തരമായി തന്നെ ദേശീയ സുരക്ഷാ സമിതിയുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരമാണ് അത് യോഗം ചേരുന്നത്. അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിലുള്ള അമേരിക്കയുടെ നിലപാട് പ്രഖ്യാപിക്കുക. ഏതായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ അമേരിക്കയുടെ അനുമതി വാങ്ങാതെ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തുകയില്ല എന്നുള്ളത് ഉറപ്പാണ്. മാത്രമല്ല, ഇന്ന് കൊല്ലപ്പെട്ടവരിൽ ഇറാനിലെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനിയുടെ പ്രധാന ഉപദേഷ്ടാവും ഉൾപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇയാളാണ് അമേരിക്ക നടത്തുന്ന പ്രധാനപ്പെട്ട ആണവ ചർച്ചകളിലെല്ലാം തന്നെ ഇറാനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തിരുന്നത്. അപ്പോൾ എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ വലിയൊരു വിജയം തന്നെയാണ് ഇതിലൂടെ നേടിയിരിക്കുന്നത്. ആദ്യ ദിവസം തന്നെ പുലർച്ചെ 3 മണിയോടുകൂടി നടത്തിയ അതിശക്തമായ ഈ ആക്രമണത്തിൽ ഇറാൻ നിന്ന് വിറച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. ഇറാൻ്റെ പ്രധാനപ്പെട്ട സൈനിക മേധാവികളെയും അവിടുത്തെ ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥന്മാരെയും മറ്റുമൊക്കെ തന്നെ അവർ താമസിക്കുന്ന സ്ഥലങ്ങൾ ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയാണ് ഇവിടെ വധിച്ചിരിക്കുന്നത്. ഇസ്രായേലിലേക്കും ഇറാനിലേക്കും ഉള്ള വിമാന സർവീസുകളൊക്കെ തന്നെ ലോകത്തെ പ്രധാനപ്പെട്ട വിമാന കമ്പനികളൊക്കെ ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ്. കാരണം ഈ യുദ്ധം ഇങ്ങനെ നീണ്ടുപോവുകയാണെങ്കിൽ ഇത് വല്ലാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കും എന്നുറപ്പുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള തീരുമാനം എടുത്തതെന്ന് പറയപ്പെടുന്നു. എയർ ഇന്ത്യയുടെ വിമാനങ്ങളുമൊക്കെ തന്നെ അമേരിക്കയിലേക്കും ലണ്ടനിലേക്കൊക്കെ പുറപ്പെട്ടതെല്ലാം തന്നെ തിരികെ വിളിച്ചിട്ടുണ്ട്. കാരണം ഇതൊരു വലിയ അപകട സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് വില കൊടുത്തും വിജയിച്ചേ മതിയാവുകയുള്ളൂ. ഇറാൻ്റെ ആണവ റിയാക്ടറുകൾ തകർത്ത് തരിപ്പണമാക്കിയെന്ന് പറയുമ്പോൾ തന്നെ എത്ര കൃത്യതയോടുകൂടി അവർ പദ്ധതിയിട്ടാണ് ഈ ഒരു ആക്രമണം നടത്തിയതെന്ന് നമുക്ക് മനസ്സിലാക്കാനും കഴിയും. എന്നാൽ അമേരിക്ക ഇക്കാര്യത്തിൽ ഇനി നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഇസ്രായേൽ തങ്ങളോട് പറഞ്ഞിട്ടല്ല ഇറാൻ ആക്രമിക്കാൻ പോയത് എന്നാണ് ഇപ്പോൾ US ഭരണകൂടം വ്യക്തമാക്കുന്നത്. മാത്രവുമല്ല, പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടിയന്തരമായി തന്നെ ദേശീയ സുരക്ഷാ സമിതിയുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരമാണ് അത് യോഗം ചേരുന്നത്. അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിലുള്ള അമേരിക്കയുടെ നിലപാട് പ്രഖ്യാപിക്കുക. ഏതായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ അമേരിക്കയുടെ അനുമതി വാങ്ങാതെ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തുകയില്ല എന്നുള്ളത് ഉറപ്പാണ്.